വീഡിയോ എടുക്കുന്നതിന് മുമ്പ് തന്നെ മീനെ കിട്ടിയ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ടെക് ആർമി. ഇന്നത്തെ നമ്മുടെ വീഡിയോ വരാലിനെ പിടിക്കുന്നതാണ്, അതായത് നമ്മുടെ ബ്രാലിനെ പിടിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ 2 ദിവസത്തെ പരിശ്രമത്തിന് ശേഷമാണ് ഞങ്ങൾക്ക് ഈ ഒരു ബ്രാലിനെ പിടിക്കാനായത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണിത്. അപ്പോൾ വീഡിയോ എല്ലാവരും കാണുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ വരാലിനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മളതിൻ്റെ ഫുഡായിട്ട് പൂനാട്ടിനെയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ജീവനുള്ള മീനാണ് ഇട്ട് കൊടുക്കാനായിട്ട്, എന്നാലും അത് പെട്ടെന്ന് നമുക്ക് പിടി തരുള്ളൂ. ചത്ത മീനാകുമ്പോഴത്തേക്കും അത് അത്ര മൈൻഡ് ചെയ്യില്ല. അപ്പുറത്ത് മരം മുറിക്കുന്നുണ്ട്, അതാ ഭയങ്കര ശബ്ദം കേൾക്കുന്നത്. അവിടെ റോഡ് പണി നടക്കുന്നതുകൊണ്ട് മരം മുറിക്കുന്നതാണ്. അപ്പോൾ മരം എപ്പോഴാണ് നമ്മുടെ തലയിൽ വീടിനെന്ന് അറിയാൻ പാടില്ല. എന്തായാലും അതുവരെ നമുക്ക് ഇവിടെ നിന്ന് മീൻ പിടിക്കാം. അപ്പോൾ ഇത്ര നേരമായിട്ട് നമുക്കൊന്നും കുടുങ്ങിയിട്ടില്ല. കാരണം ഇത്തിരി പാടാണ് മീനെ പിടിക്കാനായിട്ട്. അത് ശബ്ദം കേട്ട് കഴിഞ്ഞാൽ വരില്ല. അപ്പോൾ നമുക്ക് നോക്കാം വല്ലതും കിട്ടുമെന്ന്. അപ്പോൾ പലരും ഞങ്ങളോട് കമൻറ്റ് വഴിയൊക്കെ ചോദിക്കുന്നുണ്ട് ഞങ്ങൾ ചൂണ്ടയിടുന്ന ലൊക്കേഷൻ ഏതാണെന്ന്. അപ്പോൾ ഇത് വേറെ എവിടെയല്ല, ആലപ്പുഴയിലെ ഒരു കൊച്ചു ഗ്രാമമാണ് അരുക്കുറ്റി എന്ന് പറയും. അപ്പോൾ അവിടെയാണ് ഞങ്ങളിപ്പോൾ കവർ ചെയ്യുന്നത്, കാരണം ഞങ്ങളുടെ നാടാണ്. അപ്പോൾ ഇവിടെയാണ്, ഈ ഒരു ഭാഗമാണ് ഞങ്ങളിപ്പോൾ ഫിഷിങ് ചെയ്യുന്നത്. പക്ഷേ ഞങ്ങളുടെ ആഗ്രഹം കേരളത്തിൽ എല്ലായിടത്തും പോകണമെന്നാണ്. അപ്പോൾ അതിന് നിങ്ങളുടെ സപ്പോർട്ട് വേണം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇവിടെ ഈ പണി നടക്കുന്നതുകൊണ്ട് ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ട് കേട്ടോ. ഞങ്ങൾ അറിഞ്ഞില്ല ഇപ്പോൾ ഇവിടെ ഇങ്ങനെ മരം മുറിക്കലും പണിയൊക്കെ ആണെന്ന്. അപ്പോൾ ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ട്. അത് മീനിനാണെങ്കിലും അതൊരു ഡിസ്റ്റർബൻസ് ആയിരിക്കും. കാരണം ശബ്ദമൊക്കെ ഉള്ളതുകൊണ്ട് ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുന്നതുകൊണ്ട് മീൻ പെട്ടെന്നൊന്നും അങ്ങോട്ട് പൊങ്ങി വരില്ല. അപ്പോൾ നമുക്ക് നോക്കാം, നമുക്ക് പ്രതീക്ഷയില്ല ഇപ്പോൾ ഇന്ന് കിട്ടുമെന്നുള്ളത്. നമുക്ക് എന്തായാലും നോക്കാം കുറച്ച് നേരം കൂടി. കുറച്ച് നേരം ഇട്ട് വെക്കുക, വരട്ടെ മീൻ. ചെമ്മീനോ അത് എന്തിനിട്ടാണ് പൂനാട്ടിന്? അപ്പോൾ അപ്പുറത്ത് നമ്മൾ ഇത്ര നേരം നിന്ന സ്ഥലത്ത് ഒരു മരം വീണു. അതുകൊണ്ട് കുളത്തിൻ്റെ ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നേക്കണേയാണ്. അപ്പോൾ ഈ കുറച്ച് നേരം ഇനി ഇവിടെ നിന്ന് നോക്കാം എന്നിട്ട് കിട്ടുന്നു. അടുത്ത മരം മുറിക്കും, അതിങ്ങാട്ട് വീഴുമോ? അപ്പോൾ ഫ്രണ്ട്സ്, ഇപ്പോഴാണ് നമ്മുടെ കുളം ശരിക്കും ഒരു കുളമായത്. ഇപ്പോൾ ഏതാണ്ട് നമ്മുടെ മീൻപിടുത്തമൊക്കെ വെള്ളത്തിലായി. അപ്പോൾ എന്തായാലും നമ്മൾ പോവാണ്. നമുക്ക് ഇനി ഇവിടെ നിൽക്കുന്നത്ര സേഫ് അല്ല, കാരണം അവർ മരം മുറിക്കുന്നതുകൊണ്ട് അത്ര സേഫ് അല്ല. നമ്മൾ ഇവിടുന്ന് പോവാണ്. നമുക്ക് എന്തായാലും അടുത്ത ദിവസം ഒന്നും കൂടി നോക്കാം. നമുക്ക് എന്തായാലും ഇവിടെ നിന്നൊരു ബ്രാലിനെ പിടിച്ചിട്ട് അടങ്ങുമെന്നൊരു വാശിയിലാണ്. നമുക്ക് നോക്കാം, അടുത്ത ദിവസം നമുക്ക് എന്തായാലും ഇവിടെ വന്നിട്ട് നമുക്ക് മീൻ പിടിക്കാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇത് നമ്മുടെ മീൻപിടുത്തത്തിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ്, രണ്ടാമത്തെ ദിവസമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പാറ്റേനെ കൊളുത്തിയിട്ടിട്ടാണ് മീൻ പിടിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി കുറേ പാറ്റേനൊക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്കിനി ഈ പാറ്റേനെ നമ്മുടെ ചൂണ്ടയിലേക്ക് കൊളുത്തിയിട്ടിട്ട് നമ്മുടെ മീനിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് എങ്കിലും കൊളുത്തുമെന്ന് തോന്നുന്നു, കാരണം ജീവനുള്ള പാറ്റയാണ്. ജീവനുള്ള മീനല്ലെങ്കിൽ പാറ്റയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ വരാൽ കുടുങ്ങും. പിന്നെ വരാലിന് ഈ പാറ്റേനല്ലാതെ നമുക്ക് വേണമെങ്കിൽ വെട്ടുകിളിയില്ലേ, നമ്മുടെ പച്ചക്കുതിരനെ ഇട്ട് കൊടുക്കാം. അങ്ങനെ പല ഫുഡുകളുണ്ട്. അപ്പോൾ അതാ വാവ്, ഫസ്റ്റ് തന്നെ ഇതേ ഇട്ടപ്പോൾ തന്നെ നമുക്ക് ഒരെണ്ണം കൊളുത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് മീനിൻ്റെ വായിലേക്കാണ് നമ്മൾ പാറ്റേനെ ഇട്ട് കൊടുത്തത്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കൊളുത്തിയിട്ടുണ്ട്. അപ്പോൾ പരിശ്രമം വെറുതെ ആയില്ല, നല്ലൊരു മുഴുത്ത മീനെ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഈ വരാലിനെ മുറിക്കാൻ ഇത്തിരി പാടാണ്, കാരണം ക്ലീൻ ചെയ്യാനായിട്ടൊക്കെ ഭയങ്കര പാടാണ്. പക്ഷേ നല്ല ടേസ്റ്റാണെന്നാണ് പറഞ്ഞു കേട്ടേക്കണം. പിന്നെ ഈ പ്രസവിച്ചെടുക്കുന്ന സ്ത്രീകളുടെ മുറിവ് ഉണങ്ങാനായിട്ടൊക്കെ വളരെ നല്ലതാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്.
അപ്പോൾ നല്ലൊരു മീൻ തന്നെ, നല്ല മുഴുത്തൊരു മീൻ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കുടുങ്ങി ഇതിലെങ്ങനെയാന്ന് നോക്കാം. ഞാനുള്ളതുകൊണ്ട് കുടുങ്ങാനായിട്ട് സാധ്യത കുറവാണ്. എന്താണെന്നറിയില്ല, ഞാൻ നിൽക്കുന്ന സമയത്ത് മീനൊന്നും കുടുങ്ങില്ല. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി കഴിയുമ്പോൾ അപ്പം മീൻ കിട്ടും. അത് എന്തോ മാജിക്കാണെന്ന് അറിയാൻ പാടില്ല. അവിടെ കണ്ട കുറേ കുഞ്ഞു കുഞ്ഞു മീനൊക്കെ ഓടിക്കളിക്കേണ്ടിട്ട് ഈ വരാലിൻ്റെ കുഞ്ഞുങ്ങളാണ്. നല്ല ചുമന്ന കളറിൽ നല്ല രസമുണ്ട് കാണാനായിട്ട്. അതാ വെള്ളം അനങ്ങനെ കണ്ട മീനുകളാണ് അവിടെ. ഈ കുഞ്ഞുങ്ങളുള്ള സ്ഥലത്ത് അതിൻ്റെ തള്ള ഉണ്ടാവും എന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു ഭാഗത്ത് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ പാറ്റിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പാറ്റ അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ കുടുങ്ങുമെന്നറിയില്ല. എന്തായാലും കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. കാരണം ഇപ്പോൾ ഒരെണ്ണത്തിനെ പിടിച്ചത് കൊണ്ട് ബാക്കി എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും ഒരെണ്ണം പോയി എന്നുള്ളത്. അപ്പോൾ ബാക്കി എല്ലാവരും അവിടെ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടാവും. നമുക്ക് നോക്കാം ഇനി എത്ര നേരം നിൽക്കേണ്ടി വരുമെന്നൊന്നും അറിയില്ല. നമ്മുടെ പാറ്റച്ചേട്ടൻ അവിടെ കിടന്ന് ഡാൻസ് കളിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഭാഗത്ത് ഇഷ്ടംപോലെ വരാലിൻ്റെ കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെയും കൂടി ഒരു ചൂണ്ട ഇടണേണ്. അപ്പുറത്തെ സൈഡിലും അപ്പുറത്തെ 2-3 സൈഡിലും കൂടി ചൂണ്ട ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏത് ഭാഗത്തു നിന്നാണ് കിട്ടണേന്ന് അറിയാൻ പറ്റില്ല. കാരണം മീൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് തലവക്കി നോക്കിയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്തും കൂടി ചൂണ്ട ഇട്ടിട്ട് വെയിറ്റ് ചെയ്യാനാണ് മീൻ കിട്ടാനായിട്ട്. ഓന്താ അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ഞങ്ങളുടെ ചാനൽ ഇഷ്ടമായെങ്കിൽ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യണേ. എന്നാൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന സിമ്പിളായിട്ടുള്ള ഹണ്ടിങ് വീഡിയോസ്, ഫിഷിംഗ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് ആദ്യം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ. അപ്പോൾ കാത്തിരിപ്പിൻ്റെ നിമിഷങ്ങളാണ് കേട്ടോ. കുറേ നേരമായി നിൽക്കണത് കോലും പിടിച്ചിട്ട് ഇതുവരെ ഒന്നും കുടുങ്ങിയിട്ടില്ല. അബദ്ധവശാൽ എങ്ങാനും ആദ്യം ഒരെണ്ണം കുടുങ്ങിയതാണ്. പിന്നെ ഒരെണ്ണം തിരിഞ്ഞു നോക്കിയിട്ടില്ല. എന്തായാലും ഇനി കുറച്ച് നേരം കൂടി നിൽക്കാം. കാരണം ഇപ്പോൾ ഏതാണ്ട് ഒരു 5 മണിയോളം ആയിട്ടുണ്ട്. ഞങ്ങൾ 3:30 മണിക്ക് വന്നതാണ്. ഇപ്പോൾ 5:30 മണിയായി. കുറച്ച് നേരം കൂടി നോക്കാം. നോക്കിയിട്ട് കിട്ടിയില്ലെങ്കിൽ കിട്ടിയതായിട്ട് നമുക്ക് പോവാം. അല്ലാതെ വേറെ വഴിയൊന്നും ഇല്ലല്ലോ. ആൾ നിൽക്കണ കണ്ടിട്ടാന്ന് തോന്നുന്നു മീൻ വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് നീങ്ങി നിൽക്കുന്നതാണ്. കണ്ടോ നമ്മുടെ പാറ്റ അവിടെ കിടന്ന് അനങ്ങുന്നുണ്ട്. അപ്പോൾ ഈ അനങ്ങുന്ന പാറ്റിനെ കണ്ടാൽ മീൻ വന്ന് പിടിക്കോളും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് നീങ്ങി നിൽക്കുന്നുണ്ട്. ഇനി ഞാൻ നിൽക്കുന്നത് കൊണ്ടാണോ വരാത്തതെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് മാറി നിന്നിട്ട് നിരീക്ഷിച്ച് നോക്കാം. അപ്പോൾ നേരെ കിട്ടിയിട്ട് 6-6:30 മണിയായി. ഞങ്ങളിപ്പോൾ 2-2.5 മണിക്കൂറായി ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്. ഒരെണ്ണയാകെ കിട്ടിയിട്ടുള്ളൂ. അടുത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. വാവ്, വേറെ ഒരെണ്ണം. മറ്റേൻ്റെ അത്ര മുഴുപ്പില്ല, ഇച്ചിരി ചെറുതാണ്. എന്നാലും എനിക്ക് ഒരെണ്ണത്തിന് കിട്ടി. കാത്ത് നിന്നത് വെറുതെ ആയില്ല ഇത്ര നേരം. നമുക്ക് രണ്ടാമത്തെ വിളിച്ചിട്ടേക്കാണ്. അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ മീൻപിടുത്തം നിർത്തുന്നതാണ്. ഇനിയിപ്പോൾ അടുത്ത ദിവസം നമുക്ക് വേറെ ഏതെങ്കിലും മീനിൻ്റെ ഫിഷിംഗ് ആയിട്ട് വരാം, മീനായിട്ടല്ല. അപ്പോൾ
എല്ലാവരും ഞാൻ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ. എല്ലാവരും സേഫ് ആയിരിക്കുക, ഹെൽത്തി ആയിരിക്കുക. അപ്പോൾ ടാറ്റാ, സി യു.